ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു പിന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ഇന്ന് മിന്നാന്ന് പറഞ്ഞ ഒരു വാർത്ത ഞാൻ കേട്ടു. എല്ലാവരും മാറി. അങ്ങനെ മാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ചാലഞ്ച് ചെയ്യുന്നു, ജമാഅത്തെ ഇസ്ലാമി ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കട്ടെ. ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്ട് ചെയ്യുന്നു, ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഫോളോ ചെയ്യും, ഞങ്ങൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ലംഘിക്കില്ല എന്ന് പറയട്ടെ. കോൺഗ്രസിന് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ പറയട്ടെ, പറയിപ്പിക്കട്ടെ. ഇസ്ലാമിക് നേഷൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാർട്ടിന്റെ ഒപ്പം കൂട്ടുപിടിച്ച് വോട്ട് തേടി നടക്കുന്നത് അതെന്തുകൊണ്ടാണ്? ഒന്നും ചെയ്യാത്ത ഈ പാർട്ടികളാണ് LDFും UDFും. LDF എന്ന് പറഞ്ഞാൽ 9 കൊല്ലം ഇവിടെ ഭരിച്ചതല്ലേ, നിലമ്പൂരും ഭരിച്ചു, കേരളം ഭരിച്ചു, ഒന്നും ചെയ്തില്ല. അപ്പോ ഈ ഡെസ്പറേഷനിന്റെ കാരണമാണ് ഈ വോട്ട് തേടാൻ ഈ പീഡന രാഷ്ട്രീയം അവർക്ക് ഒറ്റ മാർഗമായിട്ട് കാണുന്ന ഈ 2 പാർട്ടികളാണ്. ഇത് ഒരു അപകടകരമായ ഒരു മാറ്റമാണ് ഇവർ കൊണ്ടുവരുന്നത് നാട്ടിൽ. ഇത് നിലമ്പൂരിൽ മാത്രമല്ല ഇതിന്റെ എഫക്റ്റ്, ഇത് മൊത്തം കേരളയില് ഇത് ഒരു നല്ല കാര്യമല്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്.